For partnership basic concepts. Journal entries related with profit and loss appropriation account and partners capital account. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൽ 4 സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഈ വർഷം നിങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എഴുതുന്നതിന് പകരം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ 2 അക്കൗണ്ടുകളും പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതേണ്ട എൻട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. അതായത് ഒരു 6 ട്രാൻസാക്ഷൻസാണ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ടി വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇത് കൂടാതെ ഒരു 4 ഐറ്റം കൂടി എഴുതേണ്ടി വരാറുണ്ട്. ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, കോൺട്രിബ്യൂഷൻ ഓഫ് അഡീഷണൽ ക്യാപിറ്റൽ, പെർമനൻറ്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ. ഇവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതുമ്പോൾ വരുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ജേർണൽ എൻട്രീസ് ആണ്. ആദ്യം നമുക്ക് നിങ്ങൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത് വെച്ച് ജേർണൽ എൻട്രി എന്താണെന്ന് നോക്കി നോക്കാം. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ ജേർണൽ എൻട്രി എഴുതുമ്പോൾ അതിൻ്റെ റൂൾ നോക്കിയുകൊണ്ടാണ് ജേർണൽ എൻട്രി എഴുതേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യം എഴുതുന്നത് ഏതായിരിക്കും? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഈ നെറ്റ് പ്രോഫിറ്റ് എവിടെ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ജേർണൽ എൻട്രി എഴുതുമ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് ആസ്പെക്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ജേർണൽ എൻട്രി എഴുതുന്ന സമയത്ത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ഡെബിറ്റ് ആസ്പെക്റ്റ് കൊടുക്കണം. അതനുസരിച്ച് ഇവിടെ ജേർണൽ എൻട്രി എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ആദ്യത്തെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ, ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജേർണൽ എൻട്രിയിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ഏത് ആസ്പെക്റ്റ് കൊടുക്കണം? ക്രെഡിറ്റ് ആസ്പെക്റ്റ് കൊടുക്കണം. ഇനി ഏതിനാണ് ഡെബിറ്റ് കൊടുക്കേണ്ടത്? നമുക്കറിയാം ഏത് അക്കൗണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ ജേർണൽ എൻട്രി എന്തായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി അടുത്ത ഐറ്റം നോക്കി നോക്കാം. നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. നെറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സൈഡിൽ എഴുതാം? ഡെബിറ്റ് സൈഡിലാണ് എഴുതാം. അപ്പോൾ ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ജേർണൽ എൻട്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. അപ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഈ 2 ജേർണൽ എൻട്രി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി അടുത്തത് നോക്കാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജേർണൽ എൻട്രി എഴുതുന്ന സമയത്ത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ഏത് ആസ്പെക്റ്റ് കൊടുക്കണം? ക്രെഡിറ്റ് ആസ്പെക്റ്റ് കൊടുക്കണം. അപ്പോൾ ജേർണൽ എൻട്രി ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ 2 ഐറ്റമാണ് വരുന്നത്. ഒന്ന് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ 2 ജേർണൽ എൻട്രിയിലും അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഏത് ആസ്പെക്റ്റാണ്? ക്രെഡിറ്റ് ആസ്പെക്റ്റാണ്. അപ്പോൾ എന്താ ജേർണൽ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിലേക്ക് കിടക്കാം. ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ജേർണൽ എൻട്രി എഴുതുമ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ഏത് ആസ്പെക്റ്റ് കൊടുക്കണം? ഡെബിറ്റ് ആസ്പെക്റ്റ് കൊടുക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അടുത്ത ഏതാണ്? സാലറി, പാർട്ട്നേഴ്സ് സാലറി. ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ജേർണൽ എൻട്രി എഴുതുമ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ഡെബിറ്റ് ആസ്പെക്റ്റ് കൊടുക്കുക. അപ്പോൾ ജേർണൽ എൻട്രി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് സാലറി. അടുത്തത് പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഡെബിറ്റ് സൈഡിലാണല്ലോ. അപ്പോൾ ജേർണൽ എൻട്രി വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഇനി ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി അത് ഡെബിറ്റ് സൈഡിലാണല്ലോ എഴുതിയിരിക്കുന്നത്. എന്താ ജേർണൽ എൻട്രി എഴുതാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ
അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതിയതിനുള്ള പോസ്റ്റ് ചെയ്തതിനുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ജേണൽ എൻട്രി മനസ്സിലായി കാണും. ജേണൽ എൻട്രി എഴുതുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർക്കാനുള്ള വഴികളാണ് കേട്ടോ ഇത് പറഞ്ഞിരുന്നത്. ഇത് ജേണൽ എൻട്രി എഴുതുമ്പോൾ നമുക്ക് ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റാണ് ഓർമ്മ വരേണ്ടത്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഐറ്റത്തിനെല്ലാം ജേണൽ എൻട്രി എഴുതുമ്പോൾ ആ ജേണൽ എൻട്രിയിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് ആസ്പെക്റ്റ് കൊടുക്കാം. ഡെബിറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ജേണൽ എൻട്രിയിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ഡെബിറ്റ് ആസ്പെക്റ്റ് കൊടുക്കാം. അപ്പോൾ ഈ ജേണൽ എൻട്രി പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും ഇതെങ്ങനെയാണ്, ഏത് അക്കൗണ്ടിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. കഴിഞ്ഞ വർഷം പഠിച്ച പോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഇനി ഈ ട്രാൻസാക്ഷൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമുക്കിവിടെ ഓപ്പണിംഗ് ബാലൻസിന് ജേണൽ എൻട്രി ഒന്നും എഴുതാറില്ല. ഷെയർ ഓഫ് പ്രോഫിറ്റ് നേരത്തെ പറഞ്ഞതാണ്, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ പറഞ്ഞതാണ്. അടുത്ത് നോക്കിക്കുക, പാർട്ട്നേഴ്സ് സാലറി. എപ്പോഴാണ് സാലറി ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്? പാർട്ട്നേഴ്സിന് അലൗ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുമ്പോൾ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കണം. നേരത്തെ അതേ പറഞ്ഞ അതേ റൂൾ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാർട്ട്നേഴ്സ് സാലറിയുടെ ജേണൽ എൻട്രി എന്താണെന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഏത് ആസ്പെക്റ്റ് കൊടുക്കണം? ക്രെഡിറ്റ് ആസ്പെക്റ്റ് കൊടുക്കുക. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരാം? പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഇവിടെ പാർട്ട്നേഴ്സ് കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സ് സാലറി ആണെങ്കിൽ എന്ത് ജേണൽ എൻട്രി? പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നമുക്ക് അതിൽ അറിയാനുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിലാണല്ലോ എഴുതാം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് ആസ്പെക്റ്റ് കൊടുക്കണം? ഡെബിറ്റ് ആസ്പെക്റ്റ് കൊടുക്കുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ നമ്മൾ മുൻപ് പഠിച്ച അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റ് അനുസരിച്ച്, ആ പ്രോബ്ലം അനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ജേണൽ എൻട്രി എങ്ങനെ എഴുതാമെന്നുള്ളത് പഠിച്ചത്. ഇത് റൂള് അറിയാതെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളവർക്കാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫോർമാറ്റ് നോക്കി അല്ലെങ്കിൽ അക്കൗണ്ട്സ് നോക്കി ജേണൽ എൻട്രി എഴുതുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ള റൂൾ അനുസരിച്ച് എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നതെന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ റൂള് പറയുമ്പോൾ മനസ്സിലാവാത്തവരാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് ജേണൽ എൻട്രി എഴുതാൻ പഠിക്കുക. ഈ ജേണൽ എൻട്രീസ് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 76 കൊടുത്തിട്ടുണ്ട്. അതുതന്നെയാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ജേണൽ എൻട്രി എഴുതുമ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി എപ്പോഴും ഏതായിരിക്കണം? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കണം എഴുതി തുടങ്ങേണ്ടത്. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യം എഴുതുന്ന ട്രാൻസാക്ഷൻ ഏതാണ്? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിനെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റിന് എപ്പോഴും ഏത് ആസ്പെക്റ്റ് ആയിരിക്കും? ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ഏത് ആസ്പെക്റ്റ് കൊടുക്കണം? ക്രെഡിറ്റ് ആസ്പെക്റ്റ് കൊടുക്കണം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി അത് നെറ്റ് ലോസ് ആണെങ്കിൽ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നെറ്റ് ലോസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ രണ്ട് ജേണൽ എൻട്രി നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളത് മുൻപ് പഠിച്ച പോലെ തന്നെയാണ്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അടുത്ത ജേണൽ എൻട്രി തൊട്ടാണ് നമ്മളതിൻ്റെ റൂൾസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനിയുള്ള ട്രാൻസാക്ഷൻസിനെല്ലാം, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇതിനൊക്കെ 2 ജേണൽ എൻട്രി വീതമാണ് നമ്മൾ എഴുതേണ്ടത്. ഏതൊരു ട്രാൻസാക്ഷൻ ആയാലും 2 ജേണൽ എൻട്രി ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചേക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി പെയ്ഡ്, കഴിഞ്ഞ വർഷം നിങ്ങൾ എന്താ ജേണൽ എൻട്രി ചെയ്തിരുന്നത്? സാലറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. ഇയർ എൻഡിങ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ എല്ലാ എക്സ്പെൻസസിനെയും ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ജേണൽ എൻട്രി എന്ത് എഴുതാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റഡ് ടു സാലറി.
അപ്പോൾ അവിടെ സാലറി എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ റെൻറ്റ് പെയ്ഡ്, 2 ജേർണൽ എഴുതാവും. റെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. ഈ റെൻറ്റിങ് ആകുമ്പോൾ റെൻറ്റ് എക്സ്പെൻസസ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ജേർണൽ എന്ത് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റഡ് ടു റെൻറ്റ് അക്കൗണ്ട്. ഇതേപോലെ തന്നെയാണ് ഇവിടെ പാർട്ട്നേഴ്സ് ട്രാൻസാക്ഷൻ്റെയും ജേർണൽ എഴുതുമ്പോൾ 2 ജേർണൽ വീതമാണ് എഴുതേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ജേർണൽ എന്ന് നോക്കി നോക്കാം. ആദ്യത്തെ ട്രാൻസാക്ഷൻ ഏതാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എപ്പോഴൊക്കെയാണ് അതിൻ്റെ ജേർണൽ എഴുതേണ്ടത്? ആദ്യം ജേർണൽ എഴുതേണ്ടത് ഏതിനായിരിക്കണം, പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്യുമ്പോഴായിരിക്കും. അതായത് അവർക്ക് അനുവദിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഫേം ചിന്തിക്കുന്നത് എന്തൊക്കെയാണ്, ജേർണൽ എഴുതുമ്പോൾ അവരെന്താ നോക്കുക, അവർക്ക് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗ ചെയ്തതുകൊണ്ട് അവരെങ്ങനെയാണ് അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ ഫേമിന് എന്തായിരിക്കും, എക്സ്പെൻസസ് ആയിരിക്കും, അതായത് ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ്. അതോടൊപ്പം തന്നെ ഫേമിൻ്റെ ബാധ്യത കൂടെ ചെയ്യുന്നത്, ലയബിലിറ്റി കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലോ ചെയ്യുമ്പോൾ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ആണ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആണ്. ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ആകുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ, ഡെബിറ്റ് ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ്. അപ്പോൾ ഇവിടുത്തെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഏതാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഇവിടെ എന്തെഴുതി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇനി എന്തിനാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണല്ലോ. അവരുടെ ലയബിലിറ്റി, ഫേമിൻ്റെ ലയബിലിറ്റിയോട് കൂടാണ് ചെയ്യുന്നത്. പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട്, അതായത് പാർട്ട്ണർഷിപ്പ് ഫേം ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് കൂടിയാണ് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ജേർണൽ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ കറൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. കറൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതാൻ എന്താ കാരണം, ക്യാപിറ്റൽ അക്കൗണ്ട് 2 മെത്തേഡ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് അനുസരിച്ച് ഇത് ഏത് അക്കൗണ്ടിലാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ഫിക്സഡ് അനുസരിച്ച് എവിടെ എഴുതണം, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടിലായിരിക്കും എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഫേമിന് എക്സ്പെൻസസ് ആയതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതെവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അപ്പോൾ ജേർണൽ എന്ത് വരും, ഇവിടെ ബി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, സാലറി റെൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതേ ആസ്പെക്റ്റ് തന്നെയാണ് ഇവിടെയും, അതേ പ്രിൻസിപ്പൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി അടുത്തത് നോക്കി നോക്കാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതിൽ 2 ജേർണൽ വരും. ഫസ്റ്റ് വൺ, ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഫേമിന് അതെന്താണ്, ഇൻകം ആണ്. കാരണം എന്താ, അത് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്ത എമൗണ്ട് ഫേമിന് കൊടുക്കുന്ന എമൗണ്ട് അല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഇൻകമാണ്. അപ്പോൾ അവിടെ ഇൻക്രീസ് ഇൻ ഇൻകം ആണ് വരുന്നത്. ഇൻക്രീസ് ഇൻ ഇൻകം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടുമ്പോൾ എന്തുണ്ടാവുക, അവരുടെ ബാധ്യത കുറയാണ് ചെയ്യുന്നത്. പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ടിൽ കുറവ് വരാണ് ചെയ്യുന്നത്. അതായത് ഡിക്രീസ് ഇൻ ലയബിലിറ്റി. ഡിക്രീസ് ഇൻ ലയബിലിറ്റി വരുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ജേർണൽ എന്താണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇൻകം ആയതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എന്താ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് വൺ, പാർട്ട്നേഴ്സ് സാലറി. പാർട്ട്നേഴ്സിന് സാലറി അലൗ ചെയ്യാണ്. അപ്പോൾ ഫേമിന് അതെന്തായിരിക്കും, എക്സ്പെൻസസ് ആണ്. അതായത് ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ആണ്. ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യാം. അതോടൊപ്പം ഫേമിൻ്റെ ബാധ്യത കൂടി വരികയാണ് ചെയ്യുന്നത്. സാലറി കൊടുക്കണ്ടേ, ഈ സാലറി ഈ പാർട്ട്നേഴ്സിന് അലൗ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇതൊക്കെ തിരിച്ചു കൊടുക്കുന്നത് എപ്പോഴാണെന്നായിരിക്കുമോ, ഫേം വൈൻഡപ്പ് ചെയ്യുന്ന സമയത്താണ്. ഇത് ഫേം പിരിച്ചുവിടുന്ന സമയത്താണ് ഇതൊക്കെ തിരിച്ചു കൊടുക്കുക. അത്രയും കാലം വരെ ഈ എമൗണ്ട് അവർക്ക് അനുവദിച്ചിട്ട് എല്ലാ എമൗണ്ടുകളും ഏത് അക്കൗണ്ടിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ അവർക്ക് അനുവദിച്ച് കൊടുത്ത സാലറി അവരുടെ അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവരുടെ ബാധ്യത
ഫേമിൻ്റെ ബാധ്യത കൂടിയാണ് വരുന്നത്, അതായത് ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആണ്. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി എന്ത് വരും? പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറൻറ്റ് അക്കൗണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ പാർട്ട്നേഴ്സ് സാലറിനെ ഡെബിറ്റ് ചെയ്തത്? ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ആണ്. എന്തുകൊണ്ടാണ് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തത്? ഇൻക്രീസ് ഇൻ ലയബിലിറ്റി. ഇനി എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസുകളെല്ലാം അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി വരാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പാർട്ട്നേഴ്സ് സാലറി. നെക്സ്റ്റ് വൺ പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഇപ്പോൾ സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ജേണൽ എൻട്രി പറഞ്ഞ പോലെ തന്നെ പാർട്ട്നേഴ്സിന് കമ്മീഷൻ അലൗ ചെയ്യുമ്പോൾ ഫേമിൻ്റെ എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യാണ്. അതായത് ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഈ കമ്മീഷനൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണല്ലോ. അപ്പോൾ അതുവരെ ഫേമിനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ഇൻ ലയബിലിറ്റി. ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഓരോ ട്രാൻസാക്ഷനും 2 ജേണൽ എൻട്രി ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് 2 ജേണൽ എൻട്രി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോൺസ് 2 ജേണൽ എൻട്രി വരുന്നുണ്ട്, പാർട്ട്നേഴ്സ് സാലറി പാർട്ട്നേഴ്സ് കമ്മീഷൻ ഇവിടെയൊക്കെ 2 ജേണൽ എൻട്രി വരുന്നത്. എപ്പോഴൊക്കെയാണ് ജേണൽ എൻട്രി ചെയ്താൽ? ഒന്ന് അവർക്ക് സാലറി അല്ലെങ്കിൽ കമ്മീഷനൊക്കെ അലൗ ചെയ്യുക, അതുപോലെ തന്നെ ഫേമിന് അത് എക്സ്പെൻസസ് ആണെങ്കിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ ഇൻകം ഉണ്ടെങ്കിൽ ഇൻകം ചാർജ് ചെയ്യുന്ന സമയത്ത് ഇൻകം ആണെങ്കിൽ ആ ഇൻകം ചാർജ് ചെയ്യുന്നുള്ള ജേണൽ എൻട്രി എഴുതണം. ആ ഇൻകം അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള ജേണൽ എൻട്രി എഴുതിയിരിക്കണം. എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആയാലും നെറ്റ് ലോസ് ആയാലും എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ഫിക്സഡ് ആണെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? കറൻറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ജേണൽ എൻട്രി നോക്കി നോക്കാം. നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ഏത് സൈഡിലായിരിക്കും കൂടുതൽ വരാം? ക്രെഡിറ്റ് സൈഡിലാണല്ലോ കൂടുതൽ വരാം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നിന്നും, അതായത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലുണ്ടായിരുന്ന എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണല്ലോ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതുന്നത്. അപ്പോൾ ജേണൽ എൻട്രി എന്തായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറൻറ്റ് അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓർ കറൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഈ റൂള് പറഞ്ഞുകൊണ്ടുള്ള ജേണൽ എൻട്രി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക. ആദ്യം പറഞ്ഞ പോലെ ആ ഫോർമാറ്റ് ഓർത്ത്, അതായത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലും ക്യാപിറ്റൽ അക്കൗണ്ടിലും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എഴുതുന്ന ഐറ്റംസ് ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക. അതിനനുസരിച്ച് ജേണൽ എൻട്രി എഴുതാം. ഇനി നമ്മൾ ഇത് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് ജേണൽ എൻട്രിയോട് കൂടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ജേണൽ എൻട്രി എഴുതിയാലും ഇല്ലെങ്കിലും നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡുകളെല്ലാം ഒരുപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ ആദ്യം നിങ്ങളെ അക്കൗണ്ട് പഠിപ്പിച്ചത് ജേണൽ എൻട്രി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ജേണൽ എൻട്രി പഠിപ്പിച്ച് വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആകെ കൂടി ഒരു കൺഫ്യൂഷനാവും. അതുകൊണ്ടാണ് ആദ്യം നിങ്ങൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിപ്പിച്ചിട്ട് പിന്നീട് ജേണൽ എൻട്രിയിലേക്ക് കടന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റ് നോക്കി എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതണത് എന്നുള്ളത് ഒന്നും കൂടി ഇവിടെ പറയാം. ക്രെഡിറ്റ് സൈഡിലാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത് ഏതാണ്? നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ എഴുതുമ്പോഴെല്ലാം എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ആണല്ലോ, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ. എൻ്റെ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുമ്പോൾ എൻ്റെ ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുക. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് സാലറി, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഇനി അതിൽ വേറെ 1-2 ഐറ്റത്തിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്, അതൊക്കെ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്നതിനുള്ള ജേണൽ എൻട്രീസ് ജസ്റ്റ് നോക്കി നോക്കാം. സാലറി നമുക്കറിയാം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റത്തിൻ്റെ എല്ലാം ജേണൽ എൻട്രി എഴുതുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് ആസ്പെക്ട് കൊടുക്കണം? ക്രെഡിറ്റ് ആസ്പെക്ട് കൊടുക്കണം. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരിക? പാർട്ട്നേഴ്സ് സാലറി അക്കൗണ്ട് അറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്.
അപ്രോപ്രിയേഷനൊക്കെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാനുള്ളത്. പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഇവിടെ ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇനി അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നെറ്റ് ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്.